അതുകൊണ്ട് LTCG, STCG കുറിച്ച് ചോദിച്ചെന്നാൽ ഈ ഗോൾഡ് പീസൊക്കെ വാങ്ങി വെക്കുമ്പോൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യാനിട്ട് നിങ്ങൾക്കൊരു വലിയൊരു തലവേദനയായിരിക്കും. ടൈം ക്യാപിറ്റൽ ഗെയിൻസ് നിങ്ങൾ ഒരുപാട് കൊല്ലം വയ്ക്കുന്നു എന്നാൽ അത് പ്രശ്നമില്ല. ഒരു ആവശ്യത്തിന് ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമെന്ന് വെച്ചോ, 1 വർഷം 1 വർഷമോ 1 പക്ഷെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഗോൾഡ് പീസിന് എന്ത് കാറ്റഗറി എന്ന് അറിയുന്നില്ല. എനിക്ക് ഒരു പ്രാവശ്യം പിടിച്ചു, അതുകൊണ്ട് പറയുന്നു. ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിന്ന് വരുന്നത് സാർ ഞാൻ 3 വർഷം എന്ന് വയ്ക്കാം. ഒരു ആവശ്യത്തിന് വിൽക്കുമ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നു സാർ. ഓക്കെ, ഒരു വെപ്രാളത്തിന് നമ്മൾ വിൽക്കുന്ന എന്തോ ആവശ്യങ്ങൾ വിൽക്കുന്നു. അപ്പോൾ അത് കത്തയുവാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷമല്ലേ സാർ? ആൾറെഡി ബഡ്ജറ്റിൽ ഒരുപാട് കുറവാണ്. 1.5 ലക്ഷത്തിനിട്ട് യൂറിയ ബഡ്ജറ്റ് ഇപ്പൊ 3 ലക്ഷമായിരിക്കുന്നു. നിന്നോ എന്തൊക്കെയോ ചെയ്യുന്നു, ഇല്ലിനോ പടമാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഗ്രമായിട്ട് ഇരിക്കുന്നൊക്കെ പറയുന്നു. ആശയൊക്കെ റോക്കറ്റിലാണ് ചെല്ലുന്നു. പെട്രോളിലും നഷ്ടമാണ് ചെന്നുകൊണ്ടിരിക്കുന്നത്. ിലും 2 ലക്ഷം കോടിക്ക് ഒരു ഷോർട്ടേജ് ഇരിക്കുന്നു. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിനും ഷോർട്ടേജ് കൂടും. RBIയിൽ തന്നെ 1 ലക്ഷം കോടി അടിച്ചു. RBIയിലും ഖജാനയിൽ ഒന്നുമില്ല. ഇനി എടുത്തോണ്ട് വരും. കുറയ്ക്കുവാണെങ്കിൽ എവിടെയെങ്കിലും കയറ്റണമല്ലോ. ഇന്നൊരു ഐഡിയ തരും. നോട്ട് അടിക്കണം. നോട്ട് അടിക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറയും. ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റണം. എഡ്വിൻ തെല്ലൂസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റിയെങ്കിൽ ഫോം ലോണൊക്കെ വാങ്ങിയവരല്ലേ അതിൽ അകപ്പെടും എന്ന് വിചാരിക്കേണ്ട ഒരു പോസിബിലിറ്റീസ് ഉണ്ടല്ലേ? അത് ചേർന്നകപ്പെടാല്ലേ. ഓപ്ഷൻ ഇരിക്കുന്നു. ഒന്ന് LTCG, STCG ഒക്കെ കുറച്ച് വയ്ക്കാൻ പറ്റൂല. ഇരിക്കുന്നത് അങ്ങനെ വിട്ടുകൊണ്ട് റീഫോം ചെയ്ത് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇതേമാതിരി ഏതെങ്കിലും ബ്ലാക്ക് മാജിക് ഒക്കെ വിശ്വസിച്ച് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ കുറച്ച് 1 മാസത്തിന് മാർക്കറ്റിനെ എടുത്തിയുണ്ട് ശേഷം പിന്നാക്കിനെ താളെ ഇറക്കിയിട്ടുണ്ട് പോലെ. അപ്പം ഞാൻ ഓമാൻ ചെന്നല്ലേ, അവിടെ എന്നെ ഡെസേർട്ടിൽ വിളിച്ചിട്ട് ചെന്നായിരുന്നോ. അങ്ങനെ ഡീസൽ പോലെ ഇരിക്കുന്ന വെള്ളം മുകളിൽ വന്ന് കുറച്ച് നേരം അടിക്കും. നിങ്ങൾ വന്നിട്ട് ലോങ് ടേം ഇല്ല എന്ന് പറയുവാണെങ്കിൽ മഴ പോലെ അടിക്കും. അങ്ങനെ ഫ്ലോ പോയിക്കൊണ്ടിരിക്കും. നേരം കഴിഞ്ഞിട്ട് അത് സ്വയം ഇറങ്ങും. ഇത് ഫണ്ടമെന്റൽസിനെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ആകൂല. സാർ, ഞാൻ ഇന്നൊരു ഇൻട്രി ഒന്ന് കണ്ടായിരുന്നു. പറയുന്ന ഈ ഗോൾഡ് വാങ്ങണ്ട എന്ന് പറയുന്നതിന് ബദലായി ഗോൾഡ് ഇമ്പോർട്ടിനെ ബാൻ ചെയ്യാൻ പറയുന്നത്. കറുത്ത് പണം തന്നെയല്ല വരും. ഗോൾഡ് ഇമ്പോർട്ടിനെ ബാൻ ചെയ്യണം, അടുത്ത 5 വർഷത്തിന് ബാൻ ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ റേറ്റിംഗ് ബാൻഡ് എന്ന് പറയുന്നു ഇന്ത്യയിൽ. ഇവ റേറ്റിംഗ് ചെയ്യാതെ ഇരിക്കുന്നു സാർ. അതെ, ഇരിക്കുന്നല്ലേ. ജനങ്ങൾക്ക് ഒരു സാധാരണമായ ഒരു ഇഷ്ടം ഇരിക്കുന്നു എന്ന പക്ഷത്തിൽ ഒന്നും ബാൻ ചെയ്യാൻ പറ്റൂല സാർ. ഞാൻ പറയാൻ പറഞ്ഞ പോയിന്റ് എന്തെന്ന് വെച്ചാൽ 5 വർഷത്തിന് ഗോൾഡ് ഇമ്പോർട്ടിനെ കംപ്ലീറ്റ് ബാൻ ചെയ്തുകൊണ്ട് ബാൻ ചെയ്യുവാണെങ്കിൽ സ്മഗ്ലിംഗ് വരും. ബീറോയകത്ത് ഇരിക്കുന്ന ഗോൾഡിലൊക്കെ റീസൈക്കിൾ ചെയ്യും എന്ന് പറയുവാണെങ്കിൽ ആരെടുക്കും? അതിന് റിഫോം ചെയ്യാൻ പറയുന്നു. എന്ത് റിഫോം ചെയ്യും? നീ കൊടുക്കുമോ? എന്റെ അടുത്തില്ല സാർ. അതിന് കൂടെ ഏതോ സാർ 1-2 വെച്ചിരിക്കുന്നത് കൊടുന്ന് പറഞ്ഞ എങ്ങനെ സാർ? അതിന് നീ കൊടുക്കൂലല്ലോ. ഉമ്മ പറയരുതൊന്നും. ആരും കൊടുക്കൂല. അതും എല്ലാം കൊടുക്കാമേ എന്ന് പറയുവാണെങ്കിൽ ഡെഫിനറ്റാ കൊടുക്കൂല. എല്ലാ ലോക്കറിൽ കൊണ്ട് കൂട്ടും. താഴ്ക്കള സിനിമ കണ്ടായിരുന്നു, ആ പടം കണ്ടല്ലോ. അതുപോലെയാണ് ചേർത്ത് വച്ചിരിക്കുന്നത്. ആരും കൊടുക്കൂല. വൈറ്റ് മാർക്കറ്റിൽ വാങ്ങുന്ന അല്ല ബ്ലാക്ക് മാർക്കറ്റിൽ വാങ്ങുന്ന എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എപ്പോഴും ജനങ്ങൾ വാങ്ങിയോണ്ട് തന്നെ ഇരിക്കും. ജ്വല്ലറി സെയിൽസ് വോളിയം വന്ന് ഒരു സൈഡ് കുറയുന്നു എന്ന് പറയുന്നു. ഇത് ഒഫീഷ്യൽ സെയിൽസ് കുറയുന്നു. ഒഫീഷ്യൽ സെയിൽ കുറയുമ്പോൾ അൺഒഫീഷ്യൽ സെയിൽസ് ആണ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല സാർ. അങ്ങനെ ഇരുന്നാൽ 10-year ലോയ്ക്ക് ചെല്ലാണ്ട പോസിബിലിറ്റീസ് ഇരിക്കുന്നു എന്ന് ഒരു റിപ്പോർട്ട് ഇരിക്കുന്നു സാർ. ഇങ്ങനെയൊക്കെ ആയെങ്കിൽ ഈ ടൈറ്റൻ, കല്യാൺ ജുവലർ, തങ്കമൈൻ, മണപ്പുറം ഇതുപോലത്തെ നമ്മളെ ഹെഡ്ജൊക്കെ അടി വാങ്ങുമാന്ന് ഒരു സംശയമുണ്ട്. മണപ്പുറമത്തെ എങ്ങനെ അടി വാങ്ങും? ജനങ്ങൾക്ക് കാശ് വേണം, തങ്കത്തിന് വയ്ക്കും, കാശ് വാങ്ങും. ആൾറെഡി അവരെ മുത്തൂട്ടും ചേർന്ന് 300 ടൺ വച്ചിരിക്കുന്നു. കനവ് സർ. ഈ ടൈറ്റൻ, കല്യാൺ, മണപ്പുറം, തങ്കമൈൻ ഇതൊക്കെ ഹെഡ്ജിന് വച്ചിരിക്കുന്നതൊക്കെ അടി വാങ്ങുമെന്ന് വിചാരിക്കാനാ, അല്ലെങ്കിൽ എൻഡറാഹാൻ ഒരു പോസിബിലിറ്റീസ് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാനാ? ഇന്നലെ ഒരു 11% വീഴുന്നിരിക്കുന്നു. ഇന്നും വീഴാൻ പോകുന്നു. ഇതൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഒരു അവസരമാണ്. ഗോൾഡ് സ്റ്റോക്കിനെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നു. അടുത്ത് നാക്കോയെ നോക്കിയാൽ നാക്കോയുടെ റിസൾട്ടിൽ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കാം. ശരി, ഇല്ലെന്ന് മനസ്സിലാക്കാം. നാക്കോയിൽ റിസൾട്ടേ ഇല്ല. ഓക്കെ, നാക്കോയിൽ റിസൾട്ടേ ഇല്ല. ഞാൻ അറിഞ്ഞ ഒരു 2 ക്വാർട്ടറിന്റെ മുമ്പ് എലഫന്റ് ഇൻ എ റൂം എന്ന് കോൺകോളിൽ പറഞ്ഞതായിട്ട് അപ്പൊ തന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. 6 മാസം ഇരിക്കുന്നു തോന്നുന്നു സാർ. ഇത് ഏതോ ഒരു പ്രോബ്ലം ഇവർക്ക് വരാൻ പോകുന്നു എന്നിട്ടും ഇവരറിയുന്നു എന്ന് സാർ പറഞ്ഞായിരുന്നു. 2026-2027 ഇരുന്ന് അവരെടുത്തുനിന്ന് വലുതായി തോന്നുന്നു ഏതോന്നും ഒക്കെ പറ്റൂല എന്ന് സാർ പറഞ്ഞായിരുന്നു. ഈ റെവൽമെന്റ് എന്ന് പറഞ്ഞൊന്ന് ചെയ്തുകൊണ്ടിരുന്നു. റെവൽമെന്റിൽ ആ എക്സ്ക്ലൂസിവിറ്റി പോയി. ഈ സെമി ഗ്ലൂട്ടഡ് വേറെ ആരോട് ചേർന്ന് മാനുഫാക്ചർ ചെയ്തായിരുന്നു. അവരെന്ത് പറഞ്ഞു എന്നാൽ 26-27
26, 27 ടോട്ടൽ പ്രോഫിറ്റ് 750 കോടി തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. 3 വർഷം പുറകോട്ടാണ് പോകുന്നു. പറഞ്ഞു എൻ്റെ അടുത്ത് വലുതായിട്ട് ലോഞ്ച് ചെയ്യാൻ ഒന്നുമില്ല. ലോഞ്ച് ചെയ്യാൻ എങ്ങനെയെങ്കിലും 1 കൊല്ലം എടുക്കും. ഇപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വാങ്ങിയിരിക്കുന്ന കമ്പനി എനിക്ക് FD റേറ്റിൽ റിട്ടേൺ തരും. 2 കോടി ക്യാഷ് വെച്ചിരിക്കുന്നു. 200-3000 കോടി அந்த ക്യാഷ് വെച്ചിരിക്കുന്നു. ഞാൻ ഡിവിഡൻഡ് ആയിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട് ഞാൻ കൊടുക്കൂല. അവർ പറയുന്നതൊക്കെ സത്യത്തിലാണ് പറയുന്നത്. അത് അവർ എന്ത് പറയുന്നു എന്നാൽ അടുത്ത ആ ക്ലാഡ് കമ്പനിയെ തനിയെ പിടിച്ച് ഷെയറായിട്ട് തരുമെന്ന് പറയുന്നു. ഈ IPC ഹോട്ടൽ വന്നതുപോലെ ഒരു തനി കമ്പനി വരും. വർഷം കഴിഞ്ഞ് ഞാൻ നല്ലോണം റെഡിയായി പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യും. ഇതിപ്പോൾ ബേസിക്കായി എന്ത് പറയുന്നു എന്നാൽ അടുത്ത 1 വർഷം എക്സസൈസ് റെഡി ചെയ്യാൻ വേണ്ടി ജിമ്മിൽ ചെന്നിരിക്കും, സർജറി ചെയ്ത് റീഹാബ് ചെയ്ത് ജിമ്മിലിരിക്കും. വലിയത് ഞാൻ വലിയ വരും. എനിക്കും മറ്റേ സ്റ്റാർട്ടപ്പിനും എന്താണ് ഡിഫറൻസ് എന്നാൽ ഇത് കാശ് ഒരുപാട് ഇരിക്കുന്നു. പ്രോഫിറ്റും 1000 കോടിയുടെ അടുത്ത് ചെയ്യാൻ പോകുന്നു. ക്യാഷ് ബാലൻസ് ഒക്കെ കയറും. ആസിരിക്കത്തില്ല, പ്രോഫിറ്റ് ഗ്രോത്ത് ഇരിക്കത്തില്ല, അപ്പിരിക്കും. ശേഷം പല പ്രോഡക്ട്സുകൾ കൊണ്ട് ഞാൻ ലോഞ്ച് ചെയ്ത് തിരികെ വരും ആണ് പറയുന്നത്. മാറ്റർ ന്യൂസ് ഓപ്പണ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് കാരണമാണ് മാർക്കറ്റ് അടിപെടുന്നു. പോയി ഇന്നൊന്ന് വരാൻ പോകുന്നു. വരാൻ 1 ഇയർ സമയമെടുക്കും. ഡീലിംഗ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിലും അധികമാണ് പറഞ്ഞത്. അതിലും 55% ഫാൾ ഉണ്ടായിരുന്നു പ്രോഫിറ്റിൽ. അതായത് ഗ്രീസിൽ നിന്ന് സപ്ലൈ ചെയ്യേണ്ട മരുന്നിനെ ഇന്ന് സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ ഷോർട്ട് ഫാൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിന് പോസിറ്റീവായി പോയി. നോക്കുന്നു അടുത്ത ഹോക്കി ഇരിക്കുന്നു. നമ്മൾ എടുത്തുകൊണ്ട് ഓടാണ്ടത് തന്നെ. 1 ഇയറിന് ഹോക്കി ടൈമാണ്. 1-2 എടുക്കാം. സിറ്റുവേഷൻ ചെയ്തുകൊണ്ടേയിരിക്കാം. 1-2 ടിഫിൻ കോഫി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഫ്രേസ് വെച്ചിരിക്കുന്നു, അതിലൊരു ഫ്രേസ് വെച്ചിരിക്കുന്നു. കഴിക്കാൻ പോവാം, പക്ഷേ ഇപ്പോൾ ഇല്ല. ഓക്കെ സാർ. 10 ഷെയർ ഇന്ന് 5 നാളെ 5 സാർ. ഷെയറിനെ കുറിച്ച് ചോദിക്കാൻ സാർ, അത് പറയുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ആഴ്ചയിൽ ഇവരാണ് ടോപ്പ് മൂവേഴ്സ് ആയിട്ടിരിക്കുന്നു. ഒരു ചില സ്റ്റാർസ് ഒക്കെ നമ്മളെ പട്ടാസ് ലിസ്റ്റാണ്. ഈ ഷെയർ മോട്ടർ നല്ല കമ്പനി, വളരെ കോസ്റ്റ്ലി. സാർ പി തന്നെ ഇരിക്കുന്നത് സാർ. വരൂല്ല ബോസ്. സാർ 30 ഇറച്ചി ഇതുമായി കൂടെ ഡീൽ ആകത്തില്ല ബോസ്. നല്ല കമ്പനി തന്നെ. അശോക് ലേലാൻഡ് സാർ 26 ആണ് പി. ഇങ്ങനെ 18 വരും. അപ്പം നോക്കാം. 18 വരും. എന്ത് ബേസിസിലാണ് സാർ അത് പറയുന്നത് നിങ്ങൾ? കമേഴ്ഷ്യൽ വെഹിക്കിൾ ഔട്ട് ഓഫ് ഫേവർ ആവും. വേറെ യുവാക്കോ ഇറക്കുവാണെങ്കിൽ അതത്ത് വർഷത്തിന് അശോക് ലേലാൻഡിന് ഇല്ലെന്നാണ് പറയുന്നത് സാർ. അങ്ങനെ ഒന്നുമല്ല. 18 അടുത്ത് വരുവാണെങ്കിൽ കൺസിഡർ. മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ സാർ 10% സാർ. പി വന്നിട്ട് 23 ആണ്. ഡ്രോപ്പ് ആയാൽ കൺസിഡർ ചെയ്യാം. 3 കോസ്റ്റ്ലിയാ സാർ. 10% കുറഞ്ഞിട്ട് 13 പോകും സാർ. ബോസ് പുറമെ 2.5% കുറയണം വയ്ക്കാം. ഫെഡ് ഇൻഡസ്ട്രീസ് സാർ കോസ്റ്റ്ലി 9 ബെൽ ലെഫ്റ്റ് ഒരുപാട് കൺസിഡർ ചെയ്തിരിക്കുന്നു പോസ്റ്റിൽ. ആ സ്റ്റോക്കിനെ ചുമ്മാ നോക്കിയിരുന്നാൽ മാത്രം മതി. ഈ വീഡിയോ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവർ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവർ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെയിരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.